ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ പോണതേ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ വിരുന്ന് പോവുകയാണ്. അപ്പോൾ പെട്ടെന്നായിരുന്നു കേട്ടോ തീരുമാനങ്ങളൊക്കെ. അപ്പോൾ എന്താ പറയുക, രാവിലെ തൊട്ടൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഒരു ഉച്ചയ്ക്കൊക്കെയാണ് തോന്നിയത് വീട്ടിലേക്കൊന്ന് പോയാലോ എന്നുള്ളത്. അപ്പോൾ 2 ദിവസം മുന്നേ ഏട്ടൻ പറഞ്ഞിരുന്നു കേട്ടോ, സ്കൂളൊക്കെ തുറക്കുന്നതിന് മുന്നേ കുറച്ച് ദിവസം കൂടി ഒന്ന് നിന്ന് പോന്നോണ്ടൂ എന്നങ്ങനെ പറഞ്ഞിരുന്നു. അതേപോലെ അമ്മയും പറഞ്ഞിരുന്നു കേട്ടോ, ഇനിയിപ്പോൾ തുറക്കാൻ നേരത്ത് കുറച്ച് ദിവസം കൂടി ഒന്ന് നിന്ന് പോകുന്നതുകൊണ്ട് പിന്നെ സ്കൂൾ തുറന്നാൽ ഇടയ്ക്കിടയ്ക്ക് പോകലൊന്നും ഉണ്ടാവില്ല. ആകെ നമുക്കൊരു ശനി ഞായറുമാണ് കിട്ടുക. അപ്പോൾ അന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പിന്നെ മക്കൾക്കും തന്നെ അവിടെ നിൽക്കുന്നതാണ് കൂടുതലും ഇഷ്ടം. അപ്പോൾ അങ്ങനെയൊക്കെ ആവുമ്പോൾ പോരാൻ ചിലപ്പോൾ മടിക്കും. അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ട് ഇന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി വീട്ടിലേക്കൊന്ന് പോയാലോ എന്നുള്ളത്. ഇനിയിപ്പോൾ നമ്മളെ നന്ദുട്ടൻ്റെ പിറന്നാളൊക്കെ ആവാനായിട്ടുണ്ട് കേട്ടോ. ആ ഒരു സമയത്തൊന്നും പിന്നെ വീട്ടിൽ പോയി നിൽക്കാൻ പറ്റൂലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളൊന്ന് പോയി നിൽക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ പോയിക്കോളാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ച ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇടിയും കാറ്റും അതേപോലെ മഴയുടെ ഒരു കോളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേങ്കിൽ മഴ അവിടേക്കൊന്നും പെയ്തിട്ടില്ല. ഇത് പോരിന് വഴിക്കൊക്കെ ഇതാക്കണം. നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞോടത്തുനിന്ന് ഇങ്ങോട്ടൊക്കെ ചാറുന്നതും പെയ്യണതും ഒക്കെ പല രീതിക്കും ഉണ്ട് കേട്ടോ. അങ്ങോട്ട് പെരുമഴയൊന്നും എവിടെയും പെയ്യണില്ല എന്ന് പറഞ്ഞില്ലേ. പിന്നെ ഞങ്ങൾ വീട്ടിലൊക്കെ എത്തിയ ഒരു സമയത്ത് അങ്ങാടിക്ക് നല്ല മഴ പെയ്തിരുന്നു എന്നുള്ളത് ഏട്ടൻ വിളിച്ച് പറഞ്ഞു കേട്ടോ. അപ്പം ഞങ്ങൾ അങ്ങനെ വീട്ടിൽ നിന്ന് തന്നെ ഏട്ടൻ ഓട്ടോറിക്ഷയൊക്കെ വിളിച്ച് തന്ന് ഓട്ടോറിക്ഷയ്ക്ക് അങ്ങനെ പോന്നു കേട്ടോ. ഞങ്ങൾ 4 ആളും കൂടി ഇല്ലേ, അപ്പോൾ പിന്നെ ബൈക്കിന് പോരലൊന്നും നടക്കൂല. അപ്പം അമ്മ ഞങ്ങളിവിടെ കാത്തു നിൽക്കണ്ടേന്നു. അങ്ങനെ അമ്മേനെയും കൂടിയും കയറ്റിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇവിടെ വന്ന ആ ഒരു സമയത്ത് എൻ്റെ ഫോണിൽ തീരെ ചാർജ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ വേഗം ഫോൺ കുത്തി വയ്ക്കാനാണ് നോക്കിയത്. അപ്പോൾ കുത്തി വയ്ക്കണോടത്ത് ഒരു ഇത്തിരി ചാർജ് ആയപ്പോൾ പിന്നെ കൊണ്ടുവന്നൊന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ നമ്മളവിടെ കറണ്ട് വന്നും പോയി നിൽക്കൊണ്ട് ചാർജ് വളരെ കുറവായിരുന്നു. അപ്പോൾ അതവിടെ വന്നപ്പോൾ അമ്മേൻ്റെ ഫോൺ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കളിക്കലും അതുപോലെ രാവിലത്തെ ചായക്ക് ഉണ്ടാക്കിയതാണ് കേട്ടോ അമ്മ, ചെറുപയറും നൂൽപുട്ടും. അപ്പോൾ അതൊക്കെ തിന്നെയാണ് ഓൽക്ക് പണി. അപ്പം അമ്മ വന്ന് കുളിക്കാനൊക്കെ വേണ്ടി നിൽക്കുകയാണ്. അപ്പം അച്ഛത അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം അച്ഛനെ കുറേ കൂട്ടുകാർ ചോദിച്ചിരുന്നില്ലേ. അപ്പം അച്ഛ സുഖമായി ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അച്ഛൻ ഞങ്ങൾ വന്നപ്പോഴേക്കും ഇതാക്കണത് തീയൊക്കെ കത്തിച്ച് ചോറിന് വെള്ളം വെച്ച് അരിയൊക്കെ ഇട്ട് നല്ലോണം തിളക്കിയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ. പിന്നെ അമ്മ വിളിച്ച് പറഞ്ഞിരുന്നു മക്കൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിരുന്നു. പിന്നെ അതാ 3 ആക്കും വേണമെന്ന് പറഞ്ഞപ്പോൾ അമ്മ കുറച്ചുകൂടി നൂൽപുട്ട് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കണ്ടിരുന്നില്ല കേട്ടോ. അതും കൂടിയും കൊടുത്തു. അപ്പം നമ്മളെ വീട്ടിലേക്ക് പോരുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവില്ല. അപ്പോൾ മക്കൾക്കും തന്നെ ഇപ്രാവശ്യം ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ പോരുന്ന കാര്യത്തിൽ. സാധാരണ അത്ര ഒരു സന്തോഷം ഉണ്ടാവലില്ല. ഇപ്രാവശ്യം എന്തേന്ന് അറിയില്ല, അവർക്ക് ഭയങ്കര ഒരു ഇഷ്ടം. നമുക്ക് കുറേ ദിവസം നിൽക്കണം ടമ്മ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ ഞങ്ങൾ വന്നിട്ടാണ് പിന്നെ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം അമ്മ സാധാരണ രാവിലെ ഉണ്ടാക്കി വെച്ചിട്ട് കുറച്ചേ ഉണ്ടാക്കുള്ളൂ, അവർക്ക് 2 ആക്കുമല്ലേ. അനിയ ഇവിടെ അല്ല കേട്ടോ, അവന് തൃശ്ശൂരാണ് പണിയുള്ളത്. അപ്പോൾ ദാ ഈ കുമ്പളത്തിൻ്റെ ഇലല്ലേ അതാണ് താളിച്ചിട്ടുള്ളത്. അപ്പോൾ താളിപ്പ് ഞങ്ങൾക്ക് ഭയങ്കര പ്രധാനമാണെന്ന് ഞാൻ കുറേ വീഡിയോയിൽ പറയലില്ലേ. അപ്പോൾ അതേപോലെ കുമ്പളത്തിൻ്റെ ഇല സിമ്പിളായിട്ടുള്ള കറിയാണ്. അപ്പോൾ അതാണ് താളിച്ചത്. പിന്നെ മീനൊക്കെ അച്ഛ കഴുകിയൊക്കെ വെച്ചിരുന്നു കേട്ടോ. മീനൊക്കെ വാങ്ങി കഴുകിയൊക്കെ വെച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് മീൻ കറി വെക്കുകയാണ്. അപ്പോൾ സാധാരണ നമ്മൾ എന്നും വെക്കുമ്പോൾ തന്നെ അങ്ങനെ തന്നെയാണ് കറി വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ചീനച്ചട്ടിയിലാണ് താളിപ്പ് ഉണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ തന്നെ മീൻ കറിയും വെക്കാൻ വിചാരിച്ചിട്ട് ഇപ്പോൾ വേറെ ചട്ടിയൊന്നും എടുക്കാൻ പോയില്ല. ഇവിടെയാണെങ്കിൽ ഇഷ്ടം പോലെ ചട്ടിയും പാത്രവും ഉണ്ട് കേട്ടോ. മൺചട്ടിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേങ്കിൽ അതൊന്നും എടുക്കാൻ പോയില്ല. വേഗം ഇതിൽ തന്നെ വെച്ചു. ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വാട്ടി അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത്, മല്ലിപ്പൊടി ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. അവിടെ മല്ലിപ്പൊടി ഇടുന്നതിനോട് വലിയൊരു ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രം, പിന്നെ തക്കാളി ഇട്ട് പുളിവെള്ളം ഒഴിച്ച് പച്ചമുളക് ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് തിളച്ച് വന്നപ്പം ഇതാകണ മീനാണ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് എന്താ മീനാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് വെട്ടി തന്നെ തരും കേട്ടോ. തരുമ്പോൾ വെട്ടി തരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നന്നാക്കാൻ എളുപ്പമാണ്. അതിൻ്റെ വേസ്റ്റുകളൊക്കെ പിന്നെ ഒന്ന് കളഞ്ഞാൽ മതിയല്ലോ. സാധാരണ നമ്മളിത് വാങ്ങിയിട്ട് പിന്നെ വീട്ടിൽ നിന്ന് നന്നാക്കി എടുക്കുമ്പോൾ ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ ഇത് ചെറിയൊരു കറിയിൽ ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ, വറ്റിച്ച പോലെ ആക്കിയെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ പിന്നെ മീൻകറിയൊക്കെ ആയി, മക്കൾക്ക് ചോറൊക്കെ കൊടുത്തു. അപ്പോൾ എല്ലാവരും ചോറിനാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ചോറൊക്കെ വിളമ്പി. അപ്പോൾ എനിക്കും നന്ദോനും കൂടി ഉള്ളത് ഞാനൊരു പ്ലേറ്റിലാണ് എടുത്തിട്ടുള്ളത്. അനുമോക്കും കണ്ണനും കൂടിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കും നന്ദോനുള്ളത് ഞങ്ങൾ ഒരു പ്ലേറ്റിലെടുത്തു. ഏതായാലും ഓൻ അങ്ങനെ ഇരുന്നിട്ട് കുറേ സമയം വേണം കഴിക്കാൻ. അപ്പോൾ ആ കൂട്ടത്തിലേക്കും കഴിക്കാമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ചോറും അതുപോലെ കുമ്പളത്തിൻ്റെ ഇല താളിപ്പും. കുമ്പളത്തിൻ്റെ ഇലയ്ക്ക് എല്ലായിടത്തും താളിക്കുമെന്ന് എനിക്കറിയില്ല. ഇവിടെ മത്തൻ്റെ ഇല, കുമ്പളത്തിൻ്റെ ഇല, ചീരേൻ്റെ ഇല, മുരിങ്ങേൻ്റെ ഇല, അങ്ങനെ ഒരുവിധം ഇലകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ താളിപ്പും തോരനൊക്കെ വെച്ചാൽ. പിന്നെ ഇതാ സൈഡായിട്ട് നമുക്ക് മീനും ഉണ്ടല്ലോ.
അപ്പോൾ രാത്രിക്കത്തെ വിശേഷങ്ങൾ അത്രയൊക്കെ തന്നെയുള്ളൂ. ചെന്നന്ന് വൈകുന്നേരം സമയത്തല്ലേ നമ്മൾ ചെന്നത്, അത്രയൊക്കെ തന്നെയുള്ളൂ. പിന്നെ ഞാൻ പിറ്റേ ദിവസമാണ് വീഡിയോ എടുത്തത്. അപ്പോൾ പിറ്റേ ദിവസം നല്ലോണം ഉറങ്ങി പിന്നെ നീച്ചിട്ടുള്ളത് 8 മണിക്ക് ശേഷമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അമ്മേനോട് പറഞ്ഞിരുന്നു നാളെ ഞാൻ വൈകിയേ നീക്കുള്ളൂ എന്നുള്ളത്. അപ്പോൾ അവിടെ തന്നെ നമുക്ക് ഭയങ്കര പൂതിയാണല്ലോ വൈകി നീക്കാൻ. അപ്പോൾ അത് എപ്പോഴും ഒന്നും സാധിക്കലില്ല, ഇന്നാ സാധിക്കലുണ്ട്, അങ്ങനെയാണ് കേട്ടോ. അവിടെയും വൈകി നീക്കിനേയും കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്ക് അവിടെ ഓരോ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ അല്ലേ, അതുപോലെ അല്ലല്ലോ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ. അപ്പം അമ്മ പോണേൻ്റെ മുന്നേ ഇതാക്കണേ നൂൽപുട്ടും കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അമ്മയ്ക്ക് ഇന്നൊന്നും ലീവ് കിട്ടൂല കേട്ടോ, 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് ലീവ് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ഗ്രീൻ പീസ് കറി നൂൽപുട്ടും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മക്കൾക്ക് തലേ ദിവസം നൂൽപുട്ട് കഴിക്കുകൊണ്ടേ അതന്നെ മതി എന്ന് പറഞ്ഞിട്ട് അതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ചോറും ആക്കി വെച്ചു. അങ്ങനെ അമ്മ പോയിട്ടുണ്ട് കേട്ടോ. അപ്പം അമ്മ പോണേന് ആ സമയത്ത് ഞാൻ നീച്ചായിരുന്നു കേട്ടോ. പിന്നെ അതാ ഞാൻ പരിപ്പ് അടുപ്പത്ത് വെച്ച് അതിലേക്ക് ചീരേൻ്റെ ഇല ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച്. അപ്പം അതൊക്കെ അരിഞ്ഞു കൊണ്ടുവന്ന് അതിലിട്ട് കൊടുത്തു. മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പൊക്കെ ചേർത്ത് വേവിച്ചിട്ടുണ്ട്. അപ്പം ഇന്നും ഇലക്കറി തന്നെയാണ് കേട്ടോ. ഇലക്കറി എല്ലാവർക്കും നല്ല ഇഷ്ടമാവുകൊണ്ട് ഇലക്കറി തന്നെയാണ്. അപ്പം അത് നല്ലതുമാണല്ലോ. പിന്നെ അതിലേക്ക് നാളികേരം അരച്ച് വെച്ചിരുന്നു. അപ്പം നാളികേരവും ചെറിയ ജീരകവും ചെറിയ ഉള്ളിയും കൂടിയാണ് അരച്ചൊഴിച്ചിട്ടുള്ളത്. അപ്പം ഇന്ന് വേഗം പണികളൊക്കെ ഒരുക്കിയിട്ട് മാവേലിക്ക് ഒന്ന് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. മാവേലിയിൽ എന്തൊക്കെയോ സാധനങ്ങൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടേക്ക് ഒന്ന് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം അമ്മ ഒരു ലിസ്റ്റൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിക്കണം. അപ്പോൾ അതിൻ്റെ മുന്നേയായിട്ട് കുറച്ച് പണികൾ എനിക്കിവിടെ ഉണ്ട്, അതൊക്കെ എടുത്ത് വെച്ചിട്ട് വേണം പോകാൻ. വൈകി നീച്ചാലും എല്ലാ പണികളും ഒരുക്കിയിട്ട് അമ്മ പോകണം എന്നുള്ളൊരു കാര്യമല്ല കേട്ടോ. ഞാനല്ലേ ഇവിടെ, അപ്പോൾ പിന്നെ എല്ലാ പണികളും ഒരുക്കി പോകേണ്ട ഒരു ആവശ്യമില്ലല്ലോ. സാധാരണ അമ്മ എല്ലേത് ഒരുക്കിയല്ലേ പോവല്ലേ. അപ്പോൾ ഇതാ ഞങ്ങൾ അപ്പുറത്തെ താത്താൻ്റെ വീടൊക്കെ കയറി, താത്ത പാലുവച്ചലൊക്കെ കഴിഞ്ഞ് അവിടേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കയറി താമസമായിട്ട് ഞായറാഴ്ച പരിപാടി ഉണ്ട്. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ടേ ഞങ്ങൾ പോവുള്ളൂ. അങ്ങനെ ചായ കുടിക്കലും മനുമോള് നീച്ച് അതുപോലെ കുളിയൊക്കെ കഴിഞ്ഞു. നന്ദു നീച്ചിട്ടില്ല കേട്ടോ. അതുപോലെ അച്ഛൻ്റെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞ് അച്ഛനും അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ അതാ കറിയും അതുപോലെ ഉണക്കമ്മയും വറക്കുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു ചമ്മന്തി അരച്ചു പോയി കേട്ടോ. ഉള്ളി മുളകൊക്കെ ഇട്ടിട്ട് ഒരു ചമ്മന്തി അരച്ചു. അങ്ങനെ ഞങ്ങൾക്ക് 9:30 ബസ് ഉണ്ടായിരുന്നു. അത് കിട്ടാൻ വേണ്ടിയിട്ട് വേഗം ഒരുക്കിയിട്ട് എല്ലാ കാര്യങ്ങളും പിന്നെ അടിച്ചു വാരിയിട്ടിട്ടുള്ളൂ. തുടയ്ക്കാനുണ്ട്. അപ്പോൾ തുടയ്ക്കാൻ വൈകുന്നേരം തുടയ്ക്കാൻ വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അങ്ങാടി പോയി കുറേ കടയിൽ കൂടെയൊക്കെ കയറി ഇറങ്ങേണ്ടി വന്നു കേട്ടോ. അമ്മേൻ്റെ മിക്സീൻ്റെ ജാറ് കേടുവന്നിരുന്നു, അത് നന്നാക്കാൻ കൊടുത്തു. പിന്നെ അമ്മയ്ക്കൊരു ചെരുപ്പ് വാങ്ങണമായിരുന്നു, അത് വാങ്ങി. മാവേലി പോയി. പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങനെ ചെയ്ത് ഇവിടെ ഇപ്പോൾ ഒരു 2 ആളും 3 ആളും ഒക്കെ ആകുമ്പോൾ അധിക സാധനങ്ങളും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ. അപ്പം ഞങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും ഉണ്ടാക്കുക പറഞ്ഞിട്ട് അച്ഛയിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടെന്നാൽ നിങ്ങൾ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ലിസ്റ്റ് എഴുതി തന്നതായിരുന്നു. അപ്പോൾ എല്ലാവിധ സാധനങ്ങളും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം ചിക്കനും നെയ്ച്ചോറും വെക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാവേലി ചെന്നപ്പോഴേ മുളക് ഉണ്ടായിരുന്നു കേട്ടോ. മല്ലി അതുപോലെ പഞ്ചസാരയൊന്നുമില്ല, പരിപ്പുമില്ല. പിന്നെ കടലവർഗ്ഗങ്ങളും പയറ് അതുപോലെ എന്താ പറയുക മുളക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അരിയാണ് കാര്യമായിട്ട് കിട്ടിയത് കേട്ടോ. 2 കാർഡ് കൊണ്ടായിരുന്നു ഞാൻ. അങ്ങനെ 10 കിലോ അരി കിട്ടി. പിന്നെ അവിടെ ഞങ്ങൾ നിന്നപ്പോൾ വരിക്ക് നിന്നപ്പോൾ ഒരു ചേച്ചിക്ക് അരി വേണ്ട പറഞ്ഞപ്പോൾ ആ അരിയും കൂടി ഞാൻ വാങ്ങിയിട്ടോ. അങ്ങനെ 10-15 കിലോ അരി കിട്ടി. മാവേലിയിൽ നിന്ന് വാങ്ങുമ്പോൾ എന്തായാലും കുറച്ച് വിലക്കുറവ് തന്നെയല്ലേ കടയത്തേനേക്കാളും. അപ്പം അങ്ങനെ വാങ്ങിയതാണ്. എന്നാലും ഇപ്പോൾ സബ്സിഡിയൊക്കെ കണക്കായിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ 3 മാസത്തിലധികമായി മാവേലിയിലൊക്കെ സാധനം വന്നിട്ട് തന്നെ. സാധനങ്ങളുണ്ടാവും പക്ഷേങ്കിൽ സബ്സിഡി ഉണ്ടാവില്ല. എന്നാലും ആദ്യമൊക്കെ 500 മുളകിന് 40 ഒക്കെ ആയിരുന്നു. ഇപ്പം 500 മുളകിന് 88 രൂപയാണ് ഇവിടെ. അപ്പോൾ എന്തായാലും കടയത്തേനേക്കാളും കുറച്ച് കുറവ് തന്നെയല്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ 2 കാർഡമ്മലും ഓരോ കിലോ 1 കിലോ കിട്ടിയിട്ടുണ്ട് കേട്ടോ. 500 വെച്ചാലേ കിട്ടുള്ളൂ. അപ്പോൾ 1 കിലോ കിട്ടിയിട്ടുണ്ട്. പിന്നെ ചിക്കനൊക്കെ വാങ്ങി പോന്നിരുന്നു. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ചിക്കൻ കറി നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് 2 തരം ചിക്കൻ വാങ്ങിയിട്ടുള്ളത്. ഒന്ന് സാധാ ഒരു കോഴീനെ വാങ്ങിയിട്ട് അങ്ങനെ വെട്ടിയതാണ്. പിന്നെ ഞങ്ങളിവിടെയൊക്കെ ഷവർമ്മയ്ക്ക് വെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ഭാഗങ്ങളൊക്കെ കിട്ടും കേട്ടോ. എല്ലാ ഭാഗങ്ങളൊന്നും ഷവർമ്മയ്ക്ക് എടുക്കൂലല്ലോ. അപ്പോൾ അതിന് കുറച്ച് എല്ലും കാര്യങ്ങളൊക്കെ ഞങ്ങളിവിടെ എല്ല് എന്നാണ് പറയുക. നമ്മൾ ബീഫൊക്കെ വാങ്ങുമ്പോൾ എല്ല് വാങ്ങാന്ന് അറിയില്ല, അതേപോലെ ഇപ്പോൾ കോഴി വാങ്ങുമ്പോഴും എല്ലൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ. അപ്പോൾ അതും കൂടി വാങ്ങിയിട്ടുണ്ട്. മക്കൾക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതിലാണ്ട് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ പിന്നെ അത് മാത്രം എടുത്തിട്ട് ഫ്രൈ ചെയ്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കണ്ണനും കൂടി തരുന്നുണ്ട് ഒക്കെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോന്ന് എടുത്തിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യണം കേട്ടോ. ഇല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. ചിലരൊക്കെ വെറുതെ അങ്ങോട്ട് വെള്ളത്തിലിട്ടിട്ട് ഒലുമ്പിയിട്ട് അങ്ങോട്ട് ഓട്ടപ്പാത്രത്തേക്കാണ്ട് ഊറ്റി വയ്ക്കും കേട്ടോ. അതിനോട് എനിക്കൊരു യോജിപ്പില്ല. എന്താ വെച്ചാൽ തുങ്ങലും ചില ഇതുമല്ലൊക്കെ കൊടലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നല്ലോണം നോക്കിയിട്ട് വേണം ക്ലീൻ ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 2 ആളും കൂടി അതൊക്കെ ശരിയാക്കി. പിന്നെ അതാ ഉച്ചയ്ക്ക് ചോറുണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ വന്നേക്ക് അയിമ നിന്നതാണ് കേട്ടോ. അങ്ങോട്ട് ബസ്സിന് പോയി ഇങ്ങോട്ട് ഓട്ടോറിക്ഷയ്ക്ക് വന്നു. അപ്പോൾ വന്നേക്ക് ആ ചിക്കനൊക്കെ ഒന്ന് നേരെയാക്കി വെക്കട്ടെ. എന്നിട്ട് പിന്നെ ഫ്രിഡ്ജിൽ വെച്ചാൽ കേട് വരില്ലല്ലോ.
അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ചോറുണ്ണാനിരുന്നത്. അപ്പോൾ നന്ദും അനുമോളും ഒന്നും കഴിച്ചിട്ടില്ല, അച്ഛനും കഴിച്ചിട്ടില്ല. അപ്പോൾ അച്ഛയ്ക്കും കൊടുത്തു, കുട്ടികൾക്കൊക്കെ കൊടുക്കട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ്. അപ്പോൾ ഉണക്കമീനും അതേപോലെ ചമ്മന്തിയും ചീരയും പരിപ്പും കറിയാണുള്ളത്. ചീരയും പരിപ്പും കറി അന്നുട്ടിക്കും അതേപോലെ കണ്ണനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഒരു സത്യത്തിൽ എന്താ പറയുക, വെള്ളം ഇങ്ങനെ കുടിക്കായിരുന്നു എന്ന് പറഞ്ഞില്ല, അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഉള്ളിയും അതുപോലെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇടിക്കലിൽ കുത്തിയിട്ട് അതിൽ മുളക് വറുത്തിട്ട് വെളിച്ചെണ്ണയും ഉപ്പും ചേർത്തിട്ട് ചാലിച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി. പിന്നെ നെയ്ച്ചോറ് വെക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇന്നലെ ഞാൻ വൈകിയാണ് വീഡിയോ ഇട്ടത് എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിൻ്റെ ആ ഒരു കാര്യം കൊണ്ടാണ് ഇതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാതിരുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് ഫോണിന് എന്തൊക്കെയോ ഒരു തകരാറായിരുന്നു. അപ്പം ഞാൻ നെയ്ച്ചോറ് വെച്ചു, പിന്നെ അതാ ചിക്കൻ കറിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയ വീഡിയോ ഒക്കെ എടുക്കണം വിചാരിച്ചിരുന്നു. നെയ്ച്ചോറ് വെക്കുന്നതൊക്കെ ഒരുപാടായില്ലേ അതൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അങ്ങനെ വിചാരിച്ചിരുന്നു, പക്ഷെ അതൊന്നും നടന്നില്ല. പിന്നെ ഇതാ ചിക്കൻ കറി നമ്മൾ സാധാരണ വെക്കുമ്പോൾ തന്നെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് കുറുക്കിയെടുക്കണം ആ കറിയൊന്ന്. എന്താ വെച്ചാൽ ഒരുപാട് കറി വേണ്ടേനും ഇന്ന കറി വേണേനും അങ്ങനെ വേണം കേട്ടോ. മക്കൾക്ക് കൂടുതലും ഇഷ്ടം അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഓരോ ഇഷ്ടത്തിനനുസരിച്ചിട്ട് തന്നെയാണ് കറിയൊക്കെ വെക്കുന്നത്. അപ്പോൾ അനുമോൾ ഇതാ ഇവിടെ അടിച്ചു വാരാനൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ അടിച്ചു വാരി കഴിഞ്ഞാൽ ഞാൻ തുടക്കാറിഞ്ഞിട്ട് അങ്ങനെ ഓൾ അടിച്ചു വാരിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ നന്ദുവിനെ വല്ലാതെ ഞാൻ കാണിക്കാതെ ഇരുന്നതേ, പിന്നെ ഓം ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടെ വന്നപ്പോൾ തൊട്ട് ഓൻ എന്താണെന്നറിയില്ല, ഡ്രസ്സ് ഇടേണ്ട കാര്യമേ ഇല്ല, എപ്പോഴും ട്രൗസർ മാത്രമേ ഇടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താതിരുന്നത്. പിന്നെ അതാ എല്ലാതും കഴിഞ്ഞ് വൈകുന്നേരം സമയത്ത് കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടിരുന്നു. അത് കഴിഞ്ഞിതാ ചോറ് വിളമ്പിയിട്ടുണ്ട്. അപ്പം അച്ചയ്ക്ക് കുറച്ച് നേരത്തെ ചോറുണ്ണണം അങ്ങനെയാണ് കേട്ടോ. എല്ലാവർക്കും കുറച്ച് വൈകി തിന്നാൽ മതി, പക്ഷെ അച്ചയ്ക്ക് കുറച്ച് നേരത്തെ തിന്നണം എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ അച്ചയ്ക്കുള്ളത് വിളമ്പി മക്കൾക്കും ഉള്ളത് അങ്ങനെയൊക്കെ കൊടുത്തു കേട്ടോ. അപ്പം ഞാനും അമ്മയും കുറച്ച് കഴിഞ്ഞിട്ടേ തിന്നണുള്ളൂ. ഒരു 8:30 ആവാതെ ചോറുണ്ടിട്ടുണ്ടെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല കേട്ടോ. അപ്പം അച്ഛതാ തിന്നണേനെ മുന്നേ മരുന്നും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ്. പിന്നെ അച്ഛ ചോറിനലൊക്കെ കഴിഞ്ഞ് കടന്നു കേട്ടോ. മക്കളെ ചോറിനലൊക്കെ കഴിഞ്ഞ് ഒരു ടി വി കാണുന്നുണ്ട്. ഇവിടെ വന്ന മെയിനായിട്ട് ടി വിയാണ്. അതൊക്കെ കഴിഞ്ഞ് ഒരു 9 മണിയാകാൻ സമയത്താണ് ഞങ്ങൾ ചോറിണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ചോറിനുള്ളതാണ് എനിക്ക് കൂടുതലും ഇഷ്ടം കേട്ടോ. നേരത്തെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സുഖം തോന്നൂല. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയാൻ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ എന്നും പറയുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോസൊക്കെ കാണുന്ന ഒരു സമയത്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഞാൻ തിരിച്ചും സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. താങ്ക്